പാലക്കാട് ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. 4 സീറ്റുകളിലാണ് UDF വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. പാലക്കാടിനും മണ്ണാർക്കാടിനും പുറമെ തൃത്താലയും ചിറ്റൂരുമാണ് UDF വിജയം പ്രതീക്ഷിക്കുന്നത്. LDFിലെ വിഭാഗീയത ചിറ്റൂരിലും തൃത്താലയിലും ഗുണമായി എന്നാണ് വിലയിരുത്തൽ. എന്നാൽ പാലക്കാട്ടെ 10 സീറ്റും നിലനിർത്തുമെന്നാണ് LDFന്റെ അവകാശവാദം. പാലക്കാടും മലമ്പുഴയും മാത്രമാണ് NDAയുടെ പ്രതീക്ഷ. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, പാലക്കാട് അങ്ങനെ ഒരു വലിയ കാറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് UDF വിചാരിക്കുന്നത്. പാലക്കാട് മണ്ഡലം ശരി, അത് അവര് 10-18,000 വോട്ടിന് പിടിച്ച് വീണ്ടും വർദ്ധിപ്പിച്ചതാണ്. 3000-ൽ നിന്ന് 18,000-ലേക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ഒരു മണ്ഡലമാണ്. അതടക്കം ജില്ലയിൽ വിവിധയിടങ്ങളിൽ വിജയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. NDA ശരിയാണ്, മലമ്പുഴയിൽ തുടർച്ചയായി 2 തവണയായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പക്ഷെ മലമ്പുഴയിൽ, അച്യുതാനന്ദന്റെ മലമ്പുഴയിൽ അട്ടിമറി വിജയം എന്ന് NDA കാണാൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചത്? മാധുസുജി, പാലക്കാട് ജില്ലയിൽ UDF വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. കാരണം പാലക്കാടും മണ്ണാർക്കാടിനും പുറമെ 2 സീറ്റുകളിൽ കൂടി ഉറപ്പായും വിജയിക്കും എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. അത് ഒന്ന് മന്ത്രി MP രാജേഷ് മത്സരിച്ച തൃത്താലയിലാണ്, മറ്റൊന്ന് ചിറ്റൂരിലാണ്. ചിറ്റൂരിൽ ജനതാദളായിരുന്നു മത്സരിച്ചിരുന്നത്. ഈ 2 സീറ്റുകളിലും LDFിനകത്തെ വിഭാഗീയത രൂക്ഷമായിരുന്നു. ആ വിഭാഗീയതയും അതിനോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് ഗുണമായി എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. തൃത്താലയിലും ചിറ്റൂരിലും ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വിജയം ഉറപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, കോങ്ങാട് മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. ആ മത്സരത്തിനൊടുവിൽ കോങ്ങാട് മണ്ഡലം വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അത് ഉറപ്പിച്ച സീറ്റുകളിലേക്ക് UDF വെക്കുന്നില്ല. പക്ഷേ എന്തായാലും കോങ്ങാട് വിജയിക്കുമെന്ന് തന്നെയാണ് UDF നേതാക്കൾ പൊതുവെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയിരുന്നു. ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM മുന്നോട്ട് വെക്കുന്നത് LDF ഇത്തവണയും പാലക്കാട് ജില്ലയിൽ 10 സീറ്റുകളും നിലനിർത്തുമെന്നാണ്. ഒരു സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെടില്ല എന്ന് തന്നെയാണ് LDFന്റെ കണക്കുകൂട്ടൽ. തൃത്താലയിൽ പോലും ചെറിയ മാർജിനിൽ വിജയിച്ച് കയറാൻ തങ്ങൾക്ക് സാധിക്കും. അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് തന്നെയാണ്, ആ രീതിയിലാണ് എന്നുള്ളതാണ് CPM നേതാക്കളും LDF നേതാക്കളും വിലയിരുത്തി പോകുന്നത്. പക്ഷേ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടന്നിട്ടുള്ള പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വിജയിക്കുന്ന കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് LDF നേതാക്കൾ ഇപ്പോൾ വിലയിരുത്തി പോയിരിക്കുന്നത്. എത്രത്തോളം NMR റസാഖ് വ്യക്തിപരമായി പിടിക്കുന്ന വോട്ടുകൾ എന്ന കാര്യത്തിൽ ഒരു കണക്ക് വന്നില്ല. ആ കണക്ക് കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ ഒരു അന്തിമ തീരുമാനം പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പാലക്കാട് മണ്ഡലം കമ്മിറ്റി നൽകിയിട്ടുള്ള കണക്കുകൾ പ്രകാരം LDFന് പാലക്കാട് വിജയ സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന് NDAയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. NDA ഏറെ പ്രതീക്ഷ വെച്ചിരുന്നത് പാലക്കാടും മലമ്പുഴയിലുമായിരുന്നു. പക്ഷേ നിലവിൽ NDA നേതാക്കൾ പറയുന്നത് ആ 2 മണ്ഡലങ്ങളിലും വിജയ സാധ്യത അല്ലെങ്കിൽ വിജയ പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ് NDA നേതാക്കൾ പങ്കുവെക്കുന്നത്. NDA പാലക്കാട് ചെറിയ രീതിയിലും പ്രതീക്ഷിച്ചിരുന്നത് NMR റസാഖും അതുപോലെ തന്നെ LDFും പരമാവധി വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും സമാഹരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നീക്കം LDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് നേടാൻ NMR റസാഖിനും അതല്ലെങ്കിൽ LDFിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവ് എന്നുള്ളതാണ് NDA വിലയിരുത്തി പോകുന്നത്. മലമ്പുഴയിലും സമാന രീതിയിൽ ഉണ്ടാവുകയാണ്. മിക്കവാറും എല്ലാ മുന്നണികളുടെയും കണക്കുകൂട്ടലുകളിൽ ചില മണ്ഡലങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ വെക്കുമ്പോൾ കുത്തക മണ്ഡലങ്ങൾ പോലും പലപ്പോഴും കൈവിട്ടു പോയേക്കുമെന്ന ആശങ്കകൾ കൂടി മുന്നണികളുടെ ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.